ദേ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പിള്ളേരുടെ പഴയ ഫ്രോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. ഈ ഒരു ഫ്രോക്ക് ഹനാൻ മാഡത്തിൻ്റെ 7th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രോക്കായിരുന്നു. അവളധികം അങ്ങനെ ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജാൻ ഗേൾ ആണെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മളങ്ങനെ ആണല്ലോ, അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ ബേബിക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കുമല്ലോ. അങ്ങനെ ജാൻ ബേബിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചൊരു ഫ്രോക്കായിരുന്നു. പക്ഷേ ജാൻ ബേബിയുടെ സൈസാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സംഭവം എടുക്കുമ്പോൾ ഇതേപോലെ തുരുമ്പ് പോലെ കുറച്ച് സംഭവങ്ങൾ എന്തോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, കറ പോലെ. അപ്പോൾ ആദ്യം ഞാനതൊന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ടും പോയൊന്നുമില്ല. പക്ഷെ നല്ലൊരു ഫ്രോക്കായിരുന്നു. ഹനാൻ അധികം അങ്ങനെ ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കളയാനൊരു മടിയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ അതിലെ ആ ഒരു നെറ്റ് പീസസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മുന്നേ നമ്മൾ ചെയ്ത ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു സാധനമായിരുന്നു. അതെല്ലാം കുറേയൊക്കെ പറഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനങ്ങ് പറിച്ചെടുത്തു. ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ പിച്ചി പറിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പിൻ്റെയാണ്. അപ്പോൾ അത് ആദ്യം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഞാൻ സ്റ്റെയർ കേസ് റൂമിൽ കൊണ്ടിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക്. അവിടെ ഒരാൾ TV കാണുന്നതിൻ്റെയാണ് ആ ഒരു സർക്കസ് ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒരു തുരുമ്പ് പോലത്തതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ നെറ്റ് പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്രോക്ക് ഞാൻ ഒഴിവാക്കുന്നില്ല. എനിക്കത് വെച്ചിട്ട് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. വർക്കൗട്ട് ആവുമോ എന്ന് അറിയത്തില്ല. ഇനി നമുക്ക് എംബ്രോയിഡറി ഹൂപ്പിൻ്റെ ഈ ഒരു പോർഷൻ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. നല്ല സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കണം ആ ഒരു നെറ്റിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഞൊറിവ് കൊടുത്ത് മേൽഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പീസിൽ ചെറിയൊരു ഗ്ലിറ്ററിൻ്റെ ഒരു ഷൈനിങ് എഫക്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നീളമുള്ള നെറ്റ് പീസസ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നമുക്ക് റാപ്പ് ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോക്കിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ പീസസ് ഒരു സൈഡ് ഇതേപോലെ ഒട്ടിച്ചു. ഇതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വലിയൊരു നെറ്റിൻ്റെ പീസാണെങ്കിൽ നമുക്കിത് റാപ്പ് ചെയ്താലാണ് കുറച്ചുകൂടെ ഭംഗിയാവുക. ഇതിപ്പോൾ കുറച്ചൊരു ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ടാവും, പക്ഷെ അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ മേലയിലേക്ക് നീണ്ടിരിക്കുന്നതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു തുരുമ്പിൻ്റെ പോർഷൻ ഉണ്ട്, പക്ഷെ അതെല്ലാം ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ താഴ്ഭാഗം നല്ലപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഞാനൊരു ടൈ നോട്ട് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആ ഒരു ലൂപ്പിനകത്ത് വരുന്ന രീതിയിൽ. ഇനി മൊത്തത്തിൽ ബാക്കിയെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ മാക്സിമം ഒന്ന് മൊഞ്ചാക്കി എടുക്കാം. ഞാൻ കംപ്ലീറ്റ് എൻ്റെ കയ്യിലിരുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് എല്ലാം അങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് പല സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കണതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഇതുപോലെ വാങ്ങിയതില്ല എന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് ചെറിയൊന്ന് മെറ്റാലിക് പെയിൻ്റ് ഒക്കെ വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ലുക്ക് വരും. അപ്പോൾ പഴയ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പിപ്സ് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ വെക്കുന്നതില്ലേ, അപ്പോൾ ആ ഒരു സംഭവം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ലേസ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ ഫ്ലവേഴ്സും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം ആ ഒരു നെറ്റിൻ്റെ ജോയിൻ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തപ്പോൾ സംഭവം മൊത്തത്തിൽ ലുക്കായിട്ടുണ്ട്. ഇത് നേരെ ഞാൻ എൻ്റെ ഡോറിൽ ഹാങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആരെങ്കിലും വന്നോ എന്നൊളിഞ്ഞ് നോക്കുന്ന ആ ഒരു സാധനം ഹൈഡായി പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പുറത്താരെങ്കിലും വന്ന് നിന്നാൽ കാണണ്ടേ, അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻട്രൻസ് ഏരിയ മൊത്തത്തിൽ ഇപ്പോൾ ഒന്ന് ഗുമ്മായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ലാ തേഴ്സ്ഡേ കാണാം. ബൈ.